ഇവ ഈ കൊച്ചിനെ കൊന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവ കൊല്ലുവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ മോനും ദൈവത്തിന് മാത്രമേ അറിയാം. മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിക്കും, മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത, കേട്ടപ്പോൾ മുതൽ നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയ ഒരു വാർത്തയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെടുമങ്ങാട് നടന്നൊരു സംഭവം. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള, ശരിക്ക് നടക്കാൻ പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു പിഞ്ചു പൈതലിനെ, ഒരു കുരുന്നിനെ, അവൻ്റെ രണ്ടാനച്ഛനായ അസ്കർ എന്ന് പറയുന്ന നരാധമൻ അതിക്രൂരമായി മർദ്ദിച്ചും എടുത്തെറിഞ്ഞും സിഗരറ്റ് കൊണ്ട് പാദങ്ങൾ പൊള്ളിച്ചും അതിക്രൂരമായി കൊലപ്പെടുത്തി. അത്തരത്തിൽ ആ കൊടും ക്രൂരത ചെയ്ത ആ കുറ്റവാളിയെ സ്വന്തം മകനെ യാതൊരു ഉളുപ്പ് പോലും ഇല്ലാതെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അസ്കർ എന്ന് പറയുന്ന ആ നരാധമൻ്റെ ഉമ്മ. കുറേ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉമ്മ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്നുണ്ട്. എൻ്റെ മോൻ കുഞ്ഞിനെ കൊല്ലുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല, അവൻ അങ്ങനെയൊരു മനസ്സുണ്ടാകുമെന്ന് കരുതുന്നില്ല. ഇതൊക്കെയാണ് ആ പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അവനെ ന്യായീകരിച്ചുകൊണ്ട് ആ തള്ള പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. കാരണം കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. സംശയമുണ്ട്, ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യില്. കാരണം കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യില് മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന് ഇവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ എങ്ങനെയാണ് സംഭവിച്ചെന്ന്. പക്ഷേ ഇവ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇവൻ കൊലപാതകയായെന്ന് കേട്ട അതിന് എനിക്കൊരു ഉത്തരവില്ല. എന്റെ മോനെ അങ്ങനെ അല്ലേ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരാ കുട്ടിയെ കൊല്ലാനുള്ള ഒരു മനസ്സ് വന്നെന്ന് കേട്ട എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവ ഈ കൊച്ചിനെ കൊന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവ കൊല്ലുവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അടിച്ചടിയിലേറ്റ കുട്ടി വീഴുന്ന തീർന്നു പോയതാണെന്നും എനിക്കറിയില്ല മക്കളെ. എന്റെ മോൻ കൊല്ലുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല മോനെ, എനിക്കറിയില്ല. ദൈവത്തിന് മാത്രമേ അറിയാം. ദൈവത്തിന് അവന് മാത്രമേ അറിയൂ. എന്റെ മോനും ദൈവത്തിന് മാത്രമേ അറിയാം. എനിക്കറിയാം. അടിക്കും പോലെ തന്നെ കൂടുതലും അവൻ ആഹാരം കഴിക്കാതെ വിഷാഹാരം കഴിക്കാറില്ല. ഈ കൊച്ച് നിർബന്ധം പിടിച്ച് കരയും. ചായ അല്ലാതെ വേറെ ഒന്നും കഴിക്കാറുമില്ല. അങ്ങനെ ആഹാരം കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് ഇവളും അടിക്കാറുണ്ട്. ഇളിക്ക് താഴെ കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവരെ അടിക്കണം. ചുള്ളിക്കമ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു മരം നിപ്പുണ്ട്, ഒരു പൂത്ത് കുലങ്ങി കിടക്കുന്ന ഒരു മരം വീട്ടിന്റെ ഫ്രണ്ടിൽ. അതിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നാണ് ഇവരെ അടിക്കുന്നത്. രണ്ടുപേരും ഉണ്ട്. പിന്നെ ഇവള് കൊച്ചിനെ ശ്രദ്ധയില്ല. ആ പൈപ്പിന്റെ മൂടൽ വെളിയിൽ പൈപ്പുണ്ട്, തുണി നനയ്ക്കുന്ന അലക്കിന്റെ കല്ലുണ്ട്. ആ കല്ലിന്റെ മീതെ കൊണ്ടുവച്ചാണ് ഇവള് ഈ കൊച്ചിന്റെ കൈയൊക്കെ ഒടുങ്ങിയതിന് ശേഷം ഇവള് കഴിവുകയും എടുക്കുകയും ചെയ്യണം. അവിടെ തെക്ക് വടക്കുന്ന ചരക്കി അടിച്ച് ഇവളെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ ഈ കൊച്ചു പലതവണ വീഴുന്നിട്ടുണ്ട്. അതിനും ഞാൻ ഇവളെ വഴക്കല്ല പറയണം, മുട്ടം ചീത്തയാണ് ഞാൻ വിളിക്കണം. നീ എന്തിനടി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തിനു ചെയ്തു മമ്മി, അത് എന്റെ കയ്യിൽ ബാലൻസ് ഇല്ലാതെ ഇവൻ നിൽക്കൂല. കല്ലിൽ കയറി നിന്ന് ഇവൻ ഇങ്ങനെ മലർന്നു പോണതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ വിടുന്നു പോയതാണ് എന്നും ഇവളെ എന്റെ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും കൊണ്ടുപോകൂലേയിരുന്നവള്. കൊണ്ടുപോവാതെ വീട്ടിൽ നിന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് കൊണ്ടുപോന്ന് വിളിച്ച് പറഞ്ഞ് അനു എന്ന് പറയുന്ന ആ സ്ത്രീയും ഇവളും കൂടെയാണ് പോയത്. എന്നിട്ട് ഇവള് പരിപാടിക്ക് തമിഴ്നാട്ടിൽ പോണേൻ്റെ അന്ന് ഞാൻ ഇവളേൽ പറയാണ് കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് പോകരുത്. അപ്പൊ ഈ കുഞ്ഞിന് പനിയുണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈ കുഞ്ഞിന് പനിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണം അഖിലെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ച് മരുന്നെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്നു. അപ്പോഴും ഞാൻ പറയണം അഖിലെ വീട്ടിൽ നിർത്തിയിട്ട് പോകരുത്, കുഞ്ഞിനെ നീ കൊണ്ടുപോ. ഇത്രയും വയ്യാതെ ഇരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ ഇല്ല, പറ്റൂല. എനിക്ക് വയസ്സുകാലത്ത് ജയിലിൽ കയറാൻ വയ്യ, ഞാൻ ഇവിടെ കാണൂല. അവളേൽ ഞാൻ തീർത്ത് പറയുന്നത്, ഞാൻ ഇന്ന് ഒരു ദിവസം നിന്നിട്ട് നാളെ പെരുന്നാൾ കഴിഞ്ഞുടനെ ഞാൻ പോകും. നീ പോയിട്ട് 30-ാം തീയതി പരിപാടിയും കഴിഞ്ഞ് നാട്ടിൽ എത്തോളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കാണിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ മരുമോ അവിടെ നിൽക്കായിരുന്നു. എൻ്റെ മരുമോൻ്റെ ഞാൻ 500 രൂപ വാങ്ങിച്ച് കൊടുത്തിട്ട് ഈ കുട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോകുമെന്നും പറഞ്ഞ്, ഇവള് പോണേൻ്റെ അന്നത്തുള്ള സംഭവമാണ്, ആശുപത്രി പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പൈസ വാങ്ങിച്ച് കൊടുത്ത് ഇവള് ഈ കുട്ടിയെയും ഒരുക്കി എടുത്ത് വേഗം തൂക്കി കയറി പോയതാണ്. പിന്നെ ഇതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന്
എനിക്കറിയില്ല. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു പൈതലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ തള്ളയ്ക്ക് വലിയ സങ്കടമൊന്നുമില്ല. നേരെ മറിച്ച് തൻ്റെ മകനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തതാണ് ഇവർക്ക് വലിയ സങ്കടമായി പോയത്രേ. നിന്ന് അഭിനയിക്കുകയാണ്. പക്ഷേ എത്ര അഭിനയിച്ചിട്ടും യാതൊരുവിധ കാര്യവുമില്ല. സ്വന്തം മക്കൾ അവർ എന്ത് ക്രൂരത ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഇതുപോലുള്ള തള്ളമാരാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അപകടം. ആദ്യം ഈ അസ്കർ എന്ന പ്രതി പോലീസിനോട് പറഞ്ഞത് ചോറ് വാരിക്കൊടുക്കുന്നതിനിടയിൽ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് അപകടമുണ്ടായത് എന്നുള്ളതാണ്. ഒരു 1.5 വയസ്സുകാരൻ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തപ്പോൾ പറ്റിയ അബദ്ധമെന്ന് വരുത്തി തീർത്ത് അത് നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയ നല്ല ഒന്നാന്തരം ക്രിമിനലാണ് ഈ അസ്കർ എന്ന് പറയുന്ന ആ നരാധമൻ. അവന് വേണ്ടിയിട്ടാണ് ഈ തള്ള ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ആ പിഞ്ചു പൈതലിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയി. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിയുകയുണ്ടായി. ഇത്രയും വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും ആ ക്രൂരൻ കുറ്റസമ്മതം നടത്തിയിട്ടും ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് അഭിനയിക്കുകയാണ് ഈ തള്ള. ഇതെല്ലാം ഉണ്ടായിട്ടും ആ തള്ളയ്ക്ക് തൻ്റെ മകൻ ഇതിങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല അത്രേ. എൻ്റെ മോൻ കുഞ്ഞിനെ കൊല്ലുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ അങ്ങനെ ഒരു മനസ്സുണ്ടോ എന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് അവനും ദൈവത്തിനും മാത്രമേ അറിയൂ എന്നുള്ളതാണ് ഈ തള്ള പറഞ്ഞു വെക്കുന്നത്. ആ പിഞ്ചു പൈതലിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയ ഡോക്ടർമാർക്കറിയാം അവിടെ എന്തു സംഭവിച്ചു എന്നുള്ളത്. പോലീസുകാർക്കറിയാം. എല്ലാത്തിലുമുപരി ആ മർദ്ദനമേറ്റു പിടഞ്ഞു മരണപ്പെട്ടു പോയ ആ പാവം കുഞ്ഞിനറിയാം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. തൻ്റെ മകന് അങ്ങനെ ഒരു മനസ്സില്ലെന്ന് പറയാൻ ഈ തള്ളയ്ക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? പെറ്റമ്മയാണ്, മകനോട് സ്നേഹമൊക്കെ ഉണ്ടാകും, അതൊക്കെ ശരി തന്നെ. പക്ഷേ അവൻ കൊന്നുകളഞ്ഞത് വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിനെയാണ്. ചോറിന് വകയില്ലാത്തത് കൊണ്ട് മോഷ്ടിച്ച കേസോ അല്ലെങ്കിൽ ആരെയെങ്കിലും തല്ലിയ കേസോ ഒന്നുമല്ല ഇത്. ഒരു ജീവനെടുത്ത കേസാണ്. അതിനെയാണ് ഈ തള്ള ന്യായീകരിക്കുന്നത്. ഒരു കുറ്റവാളിയേക്കാൾ അപകടകാരിയാണ് ആ കുറ്റവാളിയെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും ശ്രമിക്കുന്ന ഒരു സമൂഹം. മകൻ തെറ്റു ചെയ്താൽ എൻ്റെ മകൻ തെറ്റുകാരനാണ്, അവന് അർഹിച്ച ശിക്ഷ കിട്ടേണ്ടതുണ്ട് എന്ന് പറയാനുള്ള ആർജവം ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതിനു പകരം അവൻ അങ്ങനൊരു മനസ്സില്ല, ദൈവത്തിനറിയാമെന്ന് പറഞ്ഞാൽ ദൈവത്തെ വരെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ മാതൃത്വത്തിന് വലിയ വിലയുണ്ട്. അമ്മയെന്നാൽ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രതീകമാണ്. സ്വന്തം കുഞ്ഞിനെ മാത്രമല്ല, ലോകത്തുള്ള ഏതു കുഞ്ഞിനെ കണ്ടാലും അമ്മമാരുടെ മനസ്സിൽ ഒരു വാത്സല്യം തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ അസ്കറിൻ്റെ ഈ ഉമ്മയുടെ പ്രതികരണം കേൾക്കുമ്പോൾ മാതൃത്വം എന്ന വാക്കിന് തന്നെ നാണക്കേടായി തോന്നുകയാണ്. കൊലപാതകിയായ മകനെ വെളുപ്പിച്ചെടുത്ത് സമൂഹത്തിന് മുന്നിൽ അവൻ പാവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമം തികച്ചും ഉളുപ്പില്ലായ്മയാണ്. സ്വന്തം മകൻ കൊടും ക്രൂരത ചെയ്തിട്ടും അവനെ ന്യായീകരിക്കുന്ന ഇത്തരം മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ മക്കൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളെ പോലും ന്യായീകരിച്ചുകൊണ്ട് വളർത്തുന്നതാണ് വലുതാകുമ്പോൾ അവർ പിന്നീട് വലിയ ക്രിമിനലുകളായി മാറാനുള്ള കാരണം.